അത് ഇത്രത്തോളം ഈ സാമൂഹ്യ വിഷയങ്ങളിൽ ഇപ്പം നമ്മൾ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്. തലസ്ഥാനം, അല്ലെങ്കിൽ പിന്നെ ഫോർ ദ പീപ്പിൾ, പിന്നെ രഞ്ജി പണിക്കരുടെയൊക്കെ സിനിമകൾ. അപ്പോൾ അത്തരം സിനിമകളൊക്കെ ഒരു സാമൂഹിക വിഷയങ്ങളിലെ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് വന്നിട്ടുള്ള സിനിമകളാണ്. അപ്പോൾ ആ ശ്രേണിയിൽ വരുന്ന, എന്നാൽ നമ്മളത് ഇത് ഒരു പ്രത്യേക രീതിയിലാണ് ഈ ചിത്രം ഒരുക്കിയിരിക്കുന്നത്. അത്തരം പ്രതിഷേധമാണ്, പക്ഷേ അതൊരു പ്രത്യേക രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നു, അതിൻ്റെ സംവിധാനം. അപ്പോൾ അതെങ്ങനെയാണത്? ആ പ്രതിഷേധത്തിൻ്റെയൊക്കെ സംഭവം എന്ന് പറയുന്നതല്ല, അതിനകത്ത് പ്രതിഷേധത്തിനാണ് പ്രാധാന്യം. ഇതത് മാത്രമല്ല, അതിലുപരി സിനിമയുടെ ക്രാഫ്റ്റ് അതിനേക്കാളുമൊക്കെ വളരെ മെച്ചമാണ്. അത് ഈ പുതിയ തലമുറയുടെ ഒരു ശക്തി തന്നെയാണ്. പണ്ട് ഞാൻ പറഞ്ഞില്ലേ, എസ് ജയചന്ദ്രൻ നായർ എന്ന് പറയുന്ന കലാമതിയുടെ പത്രാധിപര്, അദ്ദേഹം ഈ ഇടക്കാലത്ത് സിനിമ നിരൂപണം നടത്തുകയും ഒരുപാട് ശത്രുതകൾ ഉണ്ടാകുകയും സ്നേഹബന്ധങ്ങൾ ഉണ്ടാകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് എനിക്ക് ഓർമ്മ വരുന്നത് അദ്ദേഹം ഒരു നല്ല സിനിമ, ലോഹിദാസിൻ്റെ മറ്റൊരു സിനിമയാണെന്ന് തോന്നുന്നു, കിരീടോ അങ്ങനെ. അപ്പോൾ ആ സിനിമയുടെ എജി ജോർജിൻ്റെ മറ്റേ സിനിമയാണ്. അപ്പോൾ ആ സിനിമയുടെ കുറിച്ച് അദ്ദേഹം ഉദാഹരണ സഹിതം എഴുതിയിരിക്കുന്ന കാര്യം ഞാൻ ഓർക്കുകയാണ്. ഒരു 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 മതിൽ കെട്ടുന്നത് പോലെ, ഒരു അടിസ്ഥാനം കെട്ടുന്നത് പോലെ, അതിൻ്റെ കല്ലുകളും ചാന്തും സിമെൻറ്റും കൂട്ടൊക്കെ നല്ലതായിട്ട് ചേർത്ത് അടുക്കിയാണ് അത് പണിത്. അത് അത്ര ബലത്തോടു കൂടിയാണ്. അപ്പോൾ ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഒരു ജനനം മുതൽ ബാല്യകാലത്തെ സ്നേഹബന്ധം, കൗമാരത്തിലെ സ്നേഹബന്ധം, പിന്നീട് വളർന്നു കഴിഞ്ഞ് പ്രണയം, ഇതൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ ഒരു സാമൂഹിക ജീവിതത്തിൽ നമ്മുടെ കുട്ടികളെ അറിയുന്നില്ല, വേറൊരു തലത്തിൽ ജീവിച്ചു പോവുകയാണ്. ഇത്തരം കാര്യങ്ങൾ ഈ സിനിമ കണ്ടാൽ മനസ്സിലാവും, അത്ര വളരെ കൃത്യമായിട്ടാണ്. അതുപോലെ തന്നെ സഹോദര സ്നേഹത്തിൻ്റെ വലിയൊരു രംഗങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പം അങ്ങനെ